കിടന്നാൽ ഛർദ്ദിക്കും ചിലപ്പോൾ. ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് തന്നെ കുഴപ്പം. എന്നാ കിടക്കണ്ടതാ ഹായ് പറയൂ. ഗൈസ് വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു. ടാറ്റ പറയൂ. ഗൈസ് ഒരാൾ കിടക്കുന്നത് കണ്ടോ? ഭയങ്കര മൈഗ്രെയിൻ്റെ തലവേദനയും ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അവസാനം എവിടെയും വെയിന് കിട്ടാഞ്ഞിട്ട് കണ്ടോ ഗൈസ്. നല്ല ഉറക്കാണ്, നല്ല വേദന ഉണ്ടായിട്ട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഗ്ലൂക്കോസൊക്കെ ആയിട്ടുണ്ട് IV. അപ്പോൾ ഗൈസ് ബൈ ബൈ ഗൈസ്. അങ്ങനെ ട്രിപ്പ് സാധിച്ചിരിക്കുന്നു. താഴോട്ടല്ലേ ഞാൻ തന്നെ ഡോക്ടർ. ഹലോ മേഡം. ചത്തില്ല. സിസ്റ്റർ അപ്പുറത്താണ്, ഇപ്പുറത്ത് വന്നിട്ട് ഇതായിട്ട് എങ്ങനെയുണ്ട്? മാറ്റണോ? എനിക്കമ്മ കിടക്കണോ? അങ്ങനത്തെ ഗതി വരാണ്ടിരിക്കട്ടെ. മതിയായില്ലേ? കൈ ഞാൻ താത്തി ഒക്കെ ഞാൻ പഠിച്ചു. താത്തോട്ടാവട്ടല്ലേ? ഓ അങ്ങനെ പറഞ്ഞു ഇതാക്കണ്ട. ഊരിക്കും ഞാൻ നോക്കി വെച്ചിക്ക് സാറേ. ഞാൻ നോക്കി വേറൊന്നുമില്ലല്ലോ. ഇനിയൊന്നുമില്ലല്ലോ. എന്നാ മതി. ഞാൻ ഇതുവരെ വിചാരിച്ചു എനിക്ക് പെട്രോളും പിന്നെ പുനർദാനം തന്നോണ്ടിരുന്നാണ്. ഡോക്ടർ എന്താ പറഞ്ഞ പറ്റിച്ചേ. സ്ഥലം കറക്റ്റ് നോക്കിയേക്കണം. നെക്സ്റ്റ് ടൈം ആവശ്യം വരും. എല്ലാം തുടക്കം ഞാന്. എനിക്കത് കാണണം. ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും ഒപ്പിക്കുന്നില്ലേ? കിട്ടുന്നില്ലേ? അതുണ്ട്. എന്നെങ്കിൽ ഒറ്റ കുത്തി കിട്ടിയില്ലേ? ഇവിടെ ഒട്ടിക്കണ്ട പോലെ ഒപ്പിച്ചെന്നാലും കുറച്ചേരം പിടിക്കും. അല്ല വെള്ളത്തിനും ചത്തും തോന്നുന്നു. വീണ്ടും വരാട്ടോ. ബാക്ക് മാത്രമേ എന്തിനാ ബില്ല് വാങ്ങണം. ബില്ല് വേണോ? വേണ്ട. ഇഞ്ചക്ഷൻ പറഞ്ഞ് കൊടുക്കാൻ ഇഞ്ചക്ഷൻ ഇല്ല. അങ്ങനെ കളിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പം പലരും താഴെ കമൻ്റ് ഇടും, നിനക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയമല്ല, അങ്ങനത്തെ പൈസയായിട്ടാ ഇങ്ങനത്തെ പൈസയായിട്ടാന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു വർക്കിനോട് ആത്മാർത്ഥത കാണിക്കുമ്പം
ചില വേറെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഞാനെൻ്റെ വരയിൽ 100% സിൻസിയറായിട്ട് തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്. അത് ഉറക്കുകയും ഭക്ഷണം വയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കും ഉണ്ടായിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി. ഇനി ഒന്ന് കിടന്നുറങ്ങണം. അതാണ് സംഭവം. ഓക്കെ, ഗുഡ് നൈറ്റ്.